നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ, ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ദഹനക്കേട്, പിന്നെ വയറെപ്പോഴും വീർത്ത് നിൽക്കുന്ന പോലെ തോന്നുക, പിന്നെ നെഞ്ചിരിച്ചില്, ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിൽ, ഞാനീ പറയാൻ പോകുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ചെയ്യേണ്ട ശീലമാണ്. അതായത് ഈ ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് എപ്പോഴും അവർ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് സോഡ കുടിക്കുന്ന ശീലം ഉണ്ടാവും. സോഡ അതുപോലത്തെ കാർബോണേറ്റഡ് ഡ്രിങ്ക്സുകൾ കുടിക്കുന്ന ശീലം ഉണ്ടാവും. അതുപോലെ നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ ആ ഒരു എരിച്ചിലിന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവർ മധുരമുള്ള ജ്യൂസൊക്കെ കുടിക്കുന്ന ശീലം ഉണ്ടാവും. ഈ ഒരു ശീലം ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. കാരണം ഈ ഇത്തരം ബുദ്ധിമുട്ടുകൾ, ഈ ഒരു ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, അതുപോലെ ദഹനക്കേട്, നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് അസിഡിറ്റി ഉള്ളപ്പോഴാണ്. അസിഡിറ്റി കൂടുമ്പോൾ, അതുപോലെ തന്നെ നമ്മളെ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ വ്യതിയാനങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ബുദ്ധിമുട്ടുകൾ കുറച്ച് കാലങ്ങളായിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ട് വരുന്നത് എന്ന് ഡോക്ടറെ കാണിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ അതിന് കാരണം കണ്ടുപിടിക്കുക, എന്നിട്ട് കാരണം ട്രീറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ സോഡ കുടിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു ആശ്വാസം കിട്ടും, നമുക്ക് അപ്പോൾ ഒരു ഏമ്പക്കം അല്ലെങ്കിൽ വറുപ്പായിട്ട് ഗ്യാസ് പോകുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു ആശ്വാസം കിട്ടും. പക്ഷെ അത് ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസിഡിറ്റി കൂടാനും അത് പിന്നെ അൾസറായി മാറാനും അങ്ങനെ ബുദ്ധിമുട്ട് കൂടാനുമാണ് അത് കാരണമാവുക. ഇങ്ങനെ ബുദ്ധിമുട്ട് കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത്തരം ഡ്രിങ്ക്സുകൾ സ്ഥിരമായി കുടിക്കുന്നവരിൽ ഈ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ശീലം മാറ്റിയിട്ട് അതിന് കറക്റ്റ് കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക.